ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഈയിടെയായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടും സെറ്റ് വാങ്ങിയിട്ടൊക്കെ എൻ്റേതായ ചില മാറ്റത്തിരുത്തലുകളൊക്കെ വരുത്തി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ്. അത് ബിഗിനേഴ്സിന് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും എന്നുള്ളത് കൊണ്ടാണ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തതുമുണ്ട് ഇതിൽ. അതേപോലെ തന്നെ സെറ്റ് ചെയ്തപ്പോൾ പാകിസ്ഥാനി സെറ്റാണ്. അതിൽ കുറച്ചൊക്കെ ലേസും ഇതൊക്കെ വെച്ചിട്ട് ചെയ്തതും ഉണ്ട്. 4 സെറ്റാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. പുതിയ ബാച്ച് അടുത്ത മാസം ജനുവരി 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ള തീർത്തും ഒട്ടും അറിയാത്ത ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. 3000-ലധികം ആളുകളിപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്തു. സ്വന്തമായിട്ട് ബിസിനസ്സായിട്ടും അല്ലാതെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻ്റെങ്കിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ ജയ്പൂർ കോട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു സിംഗിളായിട്ടുള്ള ഡിസൈൻ ആക്കി എടുക്കാവുന്ന രൂപത്തിലുള്ളൊരു ഡിസൈനാണ് ഇതിന് വരുന്നത്. ഷോളിന് വേണ്ടിയിട്ട് ഞാൻ പ്ലെയിൻ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ക്ലോത്ത് പ്രിൻറ്റഡ് ക്ലോത്ത് 5 മീറ്റർ ആട്ടോ എടുത്തിട്ടുള്ളത്. ഷോളിന് 2.5 മീറ്ററും, അങ്ങനെ 7.5 മീറ്ററാണ് ടോട്ടൽ ചുരിദാറിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഓരോന്നും ഇങ്ങനെ ആ ഒരു ഇടയിലുള്ള വൈറ്റ് ഗ്യാപ്പ് അല്ലാത്ത ഭാഗമൊക്കെ നമുക്ക് ഓരോരോ പീസ് പോലെ കട്ട് ചെയ്തെടുക്കാവുന്ന രൂപത്തിലാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഷോളിന് ബോർഡർ ആക്കിയിട്ടും ചുരിദാറിൻ്റെ താഴെ ബോർഡർ ആക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് കട്ട് ചെയ്തത് നോക്കാൻ വിശദമായിട്ട് പറയാം. ലൈൻ രൂപത്തിലാണ് ഞാൻ ഈ ചുരിദാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിൽ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചുരിദാറിൽ നിന്ന് ഈ 44 ഇഞ്ച് വീതിയാണ് ഇതിനുള്ളത്. അതിൽ നിന്ന് ഈ 2 പീസസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. അപ്പം 5 മീറ്റർ ക്ലോത്ത് കംപ്ലീറ്റ് ഇങ്ങനെ 2 പീസ്, ഈ 2 ഡിസൈൻ ഓരോരോ ഡിസൈനായിട്ടല്ലേ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് 2 ഡിസൈന് മാത്രം. അപ്പോൾ 44 ഇഞ്ച് വീതിയിൽ നിന്ന് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് 5 മീറ്റർ കംപ്ലീറ്റ് കേട്ടോ. സ്ലീവ് അത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാർട്ടിൽ നിന്നാണ് ബോഡി പാർട്ട്, സ്ലീവ്, സ്കേർട്ട് പാർട്ട് ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ബോഡി പാർട്ട് ഞാൻ വീനക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ എൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ ചെസ്റ്റ്, വേസ്റ്റ് അങ്ങനെയൊക്കെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എൻ്റെ ഒരു വിധം എനിക്കുള്ള ഡ്രസ്സുകളാണ് ഞാൻ കൂടുതൽ വീഡിയോ ഇടുന്നതുകൊണ്ട് മെഷർമെൻ്റൊക്കെ മുന്നേ കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് പേലൈനാണ് ചെയ്തതെങ്കിലും യോക്ക് പാർട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ബോഡിയിലേക്ക് ചേർന്ന് നിൽക്കും ഡ്രസ്സ്, ഇങ്ങനെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ. പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിരുന്ന ആ 2 ജോയിൻ ചെയ്തുള്ളതിനെ സെപ്പറേറ്റ് ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ആക്കുമ്പോൾ നമുക്ക് 10 മീറ്റർ ആയിട്ട് ഇത് കിട്ടും. എന്നിട്ട് ഇതിൽ പീസാണ് ഷോളിന് 4 സൈഡിലേക്കും ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായോ, 5 മീറ്റർ ക്ലോത്തിൽ നിന്ന് ഇങ്ങനെ 2 ആദ്യം കട്ട് ചെയ്തെടുത്ത് പിന്നെ അതിന് ഓരോന്നോരോന്നാക്കി. അപ്പോൾ ഓരോ 5 മീറ്ററും കൂടെ കൂട്ടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 10 മീറ്റർ ആവുമല്ലോ. ഈ 10 മീറ്റർ കൊണ്ട് ആദ്യം ഷോളിന് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. ഇതിൻ്റെ ടോപ്പിൽ നെക്കിലും ആ ഒരു പീസാണ് കൊടുത്തിട്ടുള്ളത്. പാൻറ്റ് നമ്മൾ സാധാരണ പെൻസിൽ പാൻറ്റാണ് ചെയ്തിട്ടുള്ളത്. പോക്കറ്റ് വെച്ചിട്ട് വേണം ചെയ്യാം. ഇത് ഞാൻ സൈഡ് ഓപ്പൺ ഇല്ലാത്തത് കൊണ്ട് പോക്കറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. സൈഡ് ഓപ്പൺ ഇല്ലാതെ ലൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. നെക്ക് വി ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഷോളിന് കൊടുത്തതിൻ്റെ ബാക്കിയുള്ള പീസിൽ നിന്ന് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. സ്ലീവിന് താഴെ ഇങ്ങനെ ലൈൻ മേലെ ഡിസൈൻ മേലെ താഴോട്ടേക്ക് ലൈൻ പോലെ ആയപ്പോൾ താഴെ ക്രോസ് പോലെ വരുന്നത്, അതായത് വെർട്ടിക്കലായിട്ട് പിന്നെ കൊടുത്ത് അതുകൊണ്ടല്ലേ നമ്മളിവിടെ ജോയിൻ ചെയ്തത് അറിയാത്ത വിധത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ലൈൻ കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ ബോഡി പാർട്ട് വെച്ച് കൊടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വൃത്തി ഉണ്ടാവുക കേട്ടോ. ഇതിൻ്റെ ഏറ്റവും താഴെയും ആ ഷോളിന് കൊടുത്തതിൻ്റെ ബാക്കി പീസസ് ഞാൻ കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഡിസൈനായിട്ട് ബോർഡർ കൊടുത്തതുപോലെ ആയിട്ട് വന്ന്. ഇനിയിപ്പോൾ ഈ ഒരു ഷോള്, ഈ ചുരിദാറിൻ്റെ പീസ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ് അത് കുറച്ച് മാത്രം എടുത്തിട്ട് പ്ലെയിൻ ഇതിലേതെങ്കിലും ഒരു കളർ പ്ലെയിൻ ക്ലോത്തിന്
ബോർഡറുകൾ മാത്രമാക്കി കൊടുത്തിട്ട് നമുക്ക് ചുരിദാർ സെറ്റ് ചെയ്യാം. നമ്മൾ ഇഷ്ടത്തിനൊക്കെ സെറ്റ് ചെയ്യുക അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പ്ലെയിൻ വൈറ്റിൻ്റെ ഭാഗം അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു കളർ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഹാൻഡ് എംബ്രോയ്ഡറി വേണം ചെയ്യാം, അല്ലെങ്കിൽ ചെറുതായിട്ട് സ്വീക്വൻസ് ഓരോന്ന് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ബീഡ്സ് ആക്കി കൊടുക്കാം. ഇങ്ങനെയൊക്കെ പല വിധത്തിൽ ഡിസൈനിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്നത് പലരും എന്നെ അറിയുന്ന കുറേ ആളുകളൊക്കെ നീ ചെയ്യുന്നത് വീഡിയോ ഇട്ടാൽ നമുക്ക് കുറേ കൂടി യൂസ്ഫുൾ ആണ് എന്നൊക്കെ ഇങ്ങനെ കമൻസ് വരും, എൻ്റെ അടുത്ത് വിളിച്ച് പറയും. അതൊക്കെ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെല്ലാം വീഡിയോസിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടില്ല, ഇതിപ്പോൾ എനിക്ക് പ്ലെയിൻ വൈറ്റ് പിന്നെ അതിൻ്റെ എനിക്കിഷ്ടമാണ്, വൈറ്റിന് ഭയങ്കര ഇഷ്ടമുള്ള കളറായതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. നിങ്ങൾക്കിതിൽ പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ത്രെഡ് കൊണ്ട് ചെറിയ ചെറിയ പിന്നെ ബുള്ളിയൻ റോസുകളോ അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ടുകളൊക്കെ കൊടുത്താൽ വേറെ സ്റ്റൈലിലേക്ക് ഷോളിനെ മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ പച്ച, അതിലുള്ള പച്ചയും ഡിസൈൻ കൊടുക്കാം. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ചുരിദാർ. രണ്ടാമത്തെ ചുരിദാർ ഇതിൽ കാര്യമായിട്ട് വർക്കൊന്നുമില്ല. മെറ്റീരിയൽ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വെച്ചാൽ ഇത് അക്കോബ ക്ലോത്തിൽ വരുന്ന പീസസ് ആണ്. പാൻറ്റിൻ്റെ താഴെ ഭാഗം മാത്രം നല്ല വർക്കാണ് വരുന്നത്. ഷോൾ റെഡിമെയ്ഡ് തന്നെയാണ്. ടോപ്പിന് എടുത്തിട്ടുള്ള മെറ്റീരിയൽ നല്ല ഹെവി ജോർജറ്റാണ്, നല്ല ത്രെഡ് വർക്കാണ്. ഇതിന് മീറ്ററിന് 690 രൂപ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2.5 മീറ്റർ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ നോർമലി ആയിട്ടുള്ള സൈഡ് ഓപ്പൺ ചുരിദാറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള ചുരിദാറാണ്. ഞാൻ ഒരു ഫംഗ്ഷൻ ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായവും പറഞ്ഞു. അപ്പം ഒരു ഇതിൻ്റെ പല ഒരു ഗ്രീൻ കളറൊക്കെ ഞാൻ അവിടെ കണ്ടിരുന്നു. ഞാൻ മുക്കത്തുനിന്ന് തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒരു മൈലാഞ്ചി പച്ച ഉണ്ടല്ലോ, മൈലാഞ്ചി അരച്ചുടനുള്ള പച്ച, ആ ഒരു പച്ച കളറും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രീം ഷോളും പാൻറ്റും ഉള്ളവർക്ക് ഒരു ടോപ്പ് മാത്രം എടുത്താൽ മതി. ഒരു ഫംഗ്ഷൻ നല്ല ഹെവി ജോർജറ്റും നല്ല ത്രെഡ് വർക്കും ആയതുകൊണ്ട് തന്നെ നല്ല പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാം. ഗൗണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതിന് കറക്റ്റ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷോളും പാൻറ്റും ആയി കഴിഞ്ഞാൽ മാത്രം മതി. ഇതിപ്പോൾ ക്രീം ഒരുവിധമൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ചുരിദാർ. ഒന്നുമില്ല, ഞാനതിൻ്റെ ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു തന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പിന്നെ ഇത് മുഖത്ത് നിന്നാണ് മെറ്റീരിയൽ എടുത്തിട്ടത്. പിന്നെ രണ്ടും ഇത് വേണമെങ്കിൽ ഈ ഷോളിനെടുത്ത മെറ്റീരിയൽ തന്നെ നമുക്ക് ടോപ്പിനെടുക്കാം. ഞാനിപ്പോൾ ടോപ്പിനും പാൻറ്റിനും ഒരേപോലെ മെറ്റീരിയൽ എടുത്തു. മസ്ലിനാണിത് ക്ലോത്ത് വന്നിട്ടുള്ളത്. മീറ്ററിന് 250 രൂപയാണ് വന്നിട്ടുള്ളത്. ഇതിന് കൊടുക്കാൻ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ലേസ് കുറച്ച് കോസ്റ്റ്ലിയാണ്. മീറ്ററിന് 350 രൂപ വരുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ തീരെ കഴിയില്ല, കാരണം അതിന് അങ്ങനെ ഒരു സ്പേസ് ഇല്ല. ഈ ഒരു ഷേപ്പുമാണ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് റൗണ്ടാക്കിയിട്ട് ഡ്രസ്സിൽ അവിടെ ചെയ്തിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നീളത്തിലാണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ടോപ്പിൻ്റെ താഴെയും സ്ലീവിൻ്റെ താഴെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് പശ വെച്ച് തേച്ച് ഒട്ടിച്ചിട്ട് പിന്നെ ഹാൻഡ് സ്റ്റിച്ച് കൊടുത്ത് ഫിക്സ് ചെയ്തതാണ് കേട്ടോ. ടോപ്പിനും പാൻറ്റിനും ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് ചൂസ് ചെയ്തത്. ചിലർ ടോപ്പിനും ഷോളിനും ഇതെടുക്കും, എന്നിട്ട് ഞാൻ ഷോളിനെടുത്തത് ടോപ്പിനെടുക്കും. ഒക്കെ നിങ്ങളിഷ്ടം. എനിക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ തോന്നി, അപ്പം ഞാനിങ്ങനെ എടുത്തു. ഇനി ഇതിൽ ആ ഹെവി വർക്കിനെക്കാളും നിങ്ങൾക്ക് വെറുതെ ലേസ് മാത്രം താഴെ കൊടുത്തിട്ട് അങ്ങനെ വേണേൽ ചെയ്യാം. ഇപ്പോൾ ഏത് കളറിലേക്കും ലേസ് നമുക്ക് ഡൈ ചെയ്ത് കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടും വർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ചെയ്യാൻ തോന്നിയൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2.5 മീറ്റർ 5 മീറ്റർ തന്നെയാണ് കേട്ടോ പാൻറ്റിനും ടോപ്പിനുള്ളത് എടുത്തത്. 2.5 മീറ്റർ ക്ലോത്തിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബോഡി പാർട്ടിൽ കട്ട് ചെയ്തു. എന്നിട്ട് ഈ സൈഡിൽ, അപ്പോൾ എനിക്ക് സൈഡ് പാർട്ട് ഞാൻ കറക്റ്റ്, അതായത് താഴെ ഏറ്റവും കൂടുതൽ വീതി വേണ്ടതിൻ്റെ ആ ഭാഗം മാത്രം ഫോൾഡ് ചെയ്ത് വെച്ചു. അപ്പം മറ്റേ സൈഡിൽ കുറച്ചധികം തന്നെ തുണി കെട്ടി ആ ഭാഗത്തു നിന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ സ്ലീവിന് എടുത്തത്. സ്ലീവ് സെൻറ്ററിലേക്ക് കൂടി ജോയിൻ വരാതെ അപ്പോൾ എനിക്ക് കിട്ടി. പറഞ്ഞത് മനസ്സിലായ? നമുക്ക് ബോഡി പാർട്ടിൻ്റെ വീതി ഇപ്പോൾ എനിക്കൊരു 15 വേണ്ടത്. 15 വേണ്ട, 13 മതി. 13 ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തു. അപ്പോൾ ഈ ഭാഗം മാത്രമാണ് 4 ഫോൾഡ് വരുന്നത്, ഈ ഭാഗം 2 ഫോൾഡേ ഉള്ളൂ. എന്നിട്ട് വരുന്ന ഈ ഭാഗത്തിന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കിയപ്പം എന്തായി, എനിക്ക് സ്ലീവിൻ്റെ വശവും സൈഡ് സെൻറ്റർ ജോയിൻ വരാത്ത വിധത്തിൽ കിട്ടി. 44 ഇഞ്ച് വീതി ഉള്ള ക്ലോത്തിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. എൻ്റെ ഒരു വണ്ണത്തിൽ, അതായത് 4 ഫോൾഡിൽ 13 മതി ബോഡി പാർട്ടിനെങ്കിൽ ഇങ്ങനെ കിട്ടും എൻ്റെ വണ്ണത്തിൽ. അപ്പോൾ കണ്ടില്ലേ, ബോഡി പാർട്ട് ഈ വശത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തു. സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തുണീനെ മടക്കി
എന്നിട്ടാണ് സ്ലീവ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തു. മൊത്തത്തിൽ തുണിയുടെ വീതിനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്ററിൽ കൂടി ജോയിൻ വരും. സ്ലീവ് കുറച്ച് ലെങ്ത്ത് അധികമാക്കിയെടുത്ത് താഴെ ഭാഗം നല്ല വീതിക്ക് മടക്കി അടിച്ച്. കാരണം ഇത് മസ്ലിനാണ് ക്ലോത്ത്, കുഴഞ്ഞ് കിടക്കുന്ന ക്ലോത്താണ്. എനിക്കാണെങ്കിൽ ലൈനിങ് ഇടുന്ന തീരെ താല്പര്യമില്ല. നനച്ച് കാണാത്ത ക്ലോത്ത് ആയതുകൊണ്ട് ലൈനിങ് വേണ്ട. അപ്പോൾ ഞാൻ താഴെ ഭാഗം സ്ലീവിന് താഴെ ഭാഗം ഒന്ന് വീതിക്ക് മടക്കി അടിച്ചാൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാകും. കണ്ട ഈ ഒരു വീതിക്ക് ഒരു 3 ഇഞ്ച് വീതിക്ക് ഞാൻ മടക്കി അടിക്കുന്ന രൂപത്തിലാണ് ഈ ലെങ്ത്ത് എടുത്തിൽ. സ്ലീവിന് നല്ല ലെങ്ത്തിൽ എടുത്തിട്ട് അങ്ങനെ മടക്കി അടിച്ചാൽ വേറെ ഭംഗി തന്നെയാണ്. പാൻറ്റിന് ഇതിൻ്റെ ഈ ഒരു വീതിക്ക് തന്നെ എനിക്ക് പാൻറ്റിന് 4 ഫോൾഡിൽ 15 ആ ഒരു വീതിക്ക് മടക്കി പെൻസിൽ പാൻറ്റ് അല്ല സാധാരണ പട്ടിയാല പാൻറ്റ് അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന പീസ് എടുത്തിട്ടാണ് ഞാൻ എപ്പോഴും പോക്കറ്റ് ചെയ്യുക. എല്ലാ പാൻറ്റും ഞാൻ പോക്കറ്റ് ചെയ്യാറുണ്ട്. ശരിക്കും നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ പാൻറ്റിന് പോക്കറ്റ് ഉണ്ടായി. പ്രത്യേകിച്ച് ഈ മൊബൈൽ ഉള്ള സമയത്ത് അത് സേഫായിട്ട് അവിടെ വെക്കാമല്ലോ, ഒരു ഹാൻഡ് ബാഗ് ഇല്ലെങ്കിലും. അപ്പോൾ പാൻറ്റ് പോക്കറ്റ് വെച്ചിട്ടുള്ള പാൻറ്റൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പിന്നെ ചാനലിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഞാൻ വേണം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിടാം. ഓക്കെ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടില്ല, ടോപ്പിൻ്റെ താഴെ ഭാഗത്തും ഈ ലേസ് കൊടുത്തു, സ്ലീവിൻ്റെ താഴെ ഭാഗത്തും കൊടുത്തു. പിന്നെ ഈ ഹാങ്ങിങ്ങിന് അത് ഞാൻ ആദ്യം വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞു. ഈ ഹാങ്ങിങ്ങിന് ഇങ്ങനെയുള്ള ഇത് വാങ്ങാൻ കിട്ടുന്നത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ഇതേപോലത്തെ ഹാങ്ങിങ്ങുകൾ നമുക്ക് ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാം. ബീഡ്സും ത്രെഡും വെച്ചിട്ട് ചെയ്യാം. ഞാനിത് ഓൾറെഡി ഒന്ന് കണ്ടപ്പം ഇതിന് നല്ല മാച്ചാണല്ലോ എന്നുള്ള രീതിക്ക് വാങ്ങി ജസ്റ്റ് അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അത് കൈകൊണ്ട് തുന്നി പിടിപ്പിച്ചാലും മതിയാവും. ഓക്കെ. പിന്നെ ഉള്ളത് ലാസ്റ്റ് ചുരിദാർ. ഇത് പാകിസ്ഥാനി സെറ്റ് ഞാൻ വാങ്ങിയതാണ്. പ്ലെയിൻ ബ്ലാക്ക് ആണ് പാൻറ്റിലും ഞാൻ പറയുന്നത് പോലെ പോക്കറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഈ പാകിസ്ഥാനി സെറ്റിൻ്റെ ഈ ഷോളിൽ നല്ല വെയ്റ്റ്ലെസ് ആയിരിക്കുമല്ലോ പാകിസ്ഥാനിൻ്റെ അധികം ഷോളും. അപ്പം വെയ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ തലയിലിട്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി, കുറച്ച് ലേസ് അറ്റത്ത് ലേസ് കൊടുത്ത് അപ്പോൾ ഒരു വെയിറ്റ് ഫീലായി, ഒരു ഹെവി ലുക്കും വന്നു. അത് ഞാൻ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വൈറ്റ് കൊടുക്കണമെങ്കിൽ വൈറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിലുള്ള കളറിൽ ആ ഒരു ലാവൻഡർ കളറിലെ അതിൻ്റെ അങ്ങനെ കൊടുക്കണേ അങ്ങനെ കൊടുക്കാം. പക്ഷെ ഇത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്, ബ്ലാക്ക് എടുത്തത്. ടോപ്പിന് പാകിസ്ഥാനി അറിയാലോ, ഫ്രണ്ടിലൊരു ഡിസൈൻ ആയിരിക്കും, ബാക്കിലൊരു ഡിസൈൻ ആയിരിക്കും, സ്ലീവ് വേറെ ആയിരിക്കും. പല ക്ലോത്തിൻ്റെ പല ഭാഷത്തായിട്ടാണ് സ്ലീവും ബോഡി പാർട്ടുകൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ ഉണ്ടാകുക. അപ്പോൾ അത് നമ്മൾ പിക്ചറിൽ നോക്കി അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് സ്ലീവ് ലെങ്ത്ത് പോരായിക്കാണ്. എനിക്ക് സ്ലീവ് 24 കിട്ടണം. അപ്പോൾ പോരാത്തതിന് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വൈറ്റ് ലേസ് വെച്ചിട്ടാണ് ലെങ്ത്ത് കൂട്ടി കൊടുത്തത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒക്കെ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതേ ലേസ് തന്നെ ബാക്ക് പാർട്ടിലും കൊടുത്തു. ഫ്രണ്ട് പാർട്ടിൽ എനിക്ക് നല്ലോണം ലെങ്ത്ത് ക്ലോത്തിൽ ഓൾറെഡി ഉണ്ട്. ബാക്കിലേക്ക് ആ ലെങ്ത്ത് കുറവാണ്. ഈ വൈറ്റിൻ്റെ അത്രയും ലെങ്ത്ത് കുറവാണ്. എന്നിട്ടും ഫ്രണ്ടിനേക്കാളും ലെങ്ത്ത് കുറവാണ് ബാക്കിൽ. ഞാൻ ആ ലേസ് അറ്റാച്ച് ചെയ്തിട്ടും. ചില മെറ്റീരിയൽ അങ്ങനെയാണ്, ഈ ഡിസൈനിങ് വരുന്ന സമയത്ത് വരുന്ന ഓരോരോ മിസ്റ്റേക്കുകളായിരിക്കും. ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഈ ലൈനിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓർഗാൻസ മെറ്റീരിയൽ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പീസും കൂടി ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അതവിടെ തയ്ച്ച് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. എന്നിട്ട് അതിൻ്റെയും താഴെ ഞാൻ നമ്മൾ ഷോളിന് കൊടുത്തില്ലേ, ഷോളിന് കൊടുത്തിട്ടുള്ള ആ ഒരു ലേസ് കൂടി കൊടുത്തു. അപ്പം ആ ഓർഗൻസ മാത്രമായപ്പം ആ ഒരു ഒരു തെറിച്ച് നിൽക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലേസ് താഴെ കൊടുത്തിട്ടത്. ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും ട്രിക്സുകളൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഡ്രസ്സിനെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫൈനലി ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ മറ്റ് കോസ്റ്റ്യൂംസുകളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്ര ഹെവി അല്ലാത്ത ഡ്രസ്സിനെ നമുക്ക് മാറ്റി മറിച്ച് ഹെവിയൊക്കെ ആക്കാൻ പറ്റും. ഈ മെറ്റീരിയൽ ഞാൻ എടുത്തത് എവിടുന്നാന്ന് ചോദിച്ചാൽ ഒരു ഇതുണ്ടായിരുന്നു, ഡ്രസ്സിൻ്റെ ഫെസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് നിന്ന് എവിടെ നിന്നും ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, കറക്റ്റ് ഓർമ്മയില്ല.
അപ്പോൾ ബാക്ക് സൈഡും ഒക്കെ നല്ല പാകിസ്ഥാനി സെറ്റുകൾക്കൊക്കെ നല്ല നല്ല പ്രിൻറ്റും ഡിസൈനും ഒക്കെ ആയിരിക്കുമല്ലോ. അതിൽ നിന്ന് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കൂടുതൽ വന്നത്. അപ്പോൾ ആ ലേസ് വന്നപ്പം വേറെ തന്നെ, അല്ലെങ്കിൽ അത്രയും ഡിഫറൻസ് വരുന്നു. ആ ലേസ് ഞാൻ അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ അത്രയും ഡിഫറൻസ് വരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്നൊക്കെ വിചാരിക്കുന്നു. ആരും മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ചിട്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുമെങ്കിലും നിങ്ങളെപ്പോലുള്ള സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ, ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് യൂസ്ഫുൾ ആകും. ചിലർക്കെങ്കിലും ജീവിത വരുമാനമായിട്ട് മാറുന്നുണ്ട്, അൽഹംദുലില്ലാ. ചിലർക്കെങ്കിലും, ഒരുപാട് ആളുകൾക്ക്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.